വയനാട് പനമരം പഞ്ചായത്തിൽ LDF ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് UDF ഭരണം പിടിച്ചിരിക്കുകയാണ്. JDS വിമതനായി മത്സരിച്ച് വിജയിച്ച ബെന്നി ചെറിയാൻ UDFന് വോട്ട് ചെയ്തതോടെയാണ് LDFന് ഭരണം നഷ്ടമായത്. ജനതാദൾ വിമതനായി മത്സരിച്ച ബെന്നിയെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം LDFനാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരുന്നത്. ബെന്നിയുടെ പിന്തുണയുടെ ബലത്തിലാണ് ഭരണസമിതി നിലനിന്നത്. എന്നാൽ ബെന്നി അടുത്തിടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇതിനുശേഷം UDFനൊപ്പമായി ഇദ്ദേഹം. പിന്നാലെ കഴിഞ്ഞ ദിവസം UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അത് പാസാക്കുകയും ചെയ്തതോടെ LDFന് ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന മുഖമായി മാറിയതിന് പിന്നാലെ CPMന് ഭരണം നഷ്ടപ്പെടുന്ന ആദ്യത്തെ പഞ്ചായത്തായിരിക്കുകയാണ് പനമരം. UDFന്റെ ഭാഗമാകാൻ ശ്രമം നടത്തിവരികയാണ് PV അൻവർ. ഇതിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും പാർട്ടിയുടെ സംസ്ഥാന കൺവീനറുമായിരുന്നു. UDFുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്രയിൽ നിലമ്പൂരിൽ വെച്ച് PV അൻവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ലക്ഷ്മി ആലക്കമറ്റമാണ് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ലക്ഷ്മിക്ക് 12 വോട്ട് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ടുകളാണ് ലഭിച്ചത്. UDF ധാരണ പ്രകാരം മുസ്ലിം ലീഗിനായിരുന്നു പ്രസിഡന്റ് പദം. 22-ാം വാർഡ് വെള്ളരി വയലിൽ നിന്നാണ് ലക്ഷ്മി ആലക്കമറ്റം പഞ്ചായത്തിലേക്ക് വിജയിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി UDFൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. അവിശ്വാസ പ്രമേയം പാസ്സായതിന് പിന്നാലെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ബുധനാഴ്ച രാവിലെ നടന്ന തിരഞ്ഞെടുപ്പ് യോഗത്തിൽ UDF അംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ല. LDFലെ 10 അംഗങ്ങൾ രാവിലെ തിരഞ്ഞെടുപ്പിന് ഹാജരായിരുന്നു. എന്നാൽ വരണാധികാരി 15 മിനിറ്റ് അധികം സമയം അനുവദിച്ചിട്ടും UDF അംഗങ്ങൾ ആരും തന്നെ എത്തിയില്ല. 23 അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്തിൽ 12 അംഗങ്ങൾ എത്തിയാലേ ക്വാറം തികയുകയുള്ളൂ. LDFൽ നിന്ന് കൂറുമാറിയ ബെന്നി ചെറിയാനും BJP അംഗവും എത്തിയില്ല. ഇതോടെ ക്വാറം തികയാതെ തിരഞ്ഞെടുപ്പ് മാറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് വീണ്ടും യോഗം ചേർന്നാണ് ലക്ഷ്മി ആലക്കമറ്റത്തിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അതേസമയം വനിതാ ജനറൽ സംവരണമാണ് പ്രസിഡന്റ് പദം. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലി ലീഗിനുള്ളിൽ തർക്കം ഉടലെടുത്തതിനെ തുടർന്നാണ് UDF അംഗങ്ങൾ തിരഞ്ഞെടുപ്പിന് എത്താതിരുന്നത്. ലീഗിന് നിലവിൽ 3 വനിതാ അംഗങ്ങളാണ് ഉള്ളത്. കുണ്ടാലയിൽ നിന്ന് വിജയിച്ചു വന്ന ഹസീന ഷിഹാബിനെ ആയിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി പിന്തുണച്ചത്. എന്നാൽ ഒരു വിഭാഗം ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെട്ടാണ് പ്രശ്നം രമ്യതയിലെത്തിച്ചത്. ലക്ഷ്മി ആലക്കമറ്റത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ ബെന്നി ചെറിയാൻ UDF സ്ഥാനാർത്ഥി ലക്ഷ്മിക്ക് വോട്ട് ചെയ്തു. PV അൻവർ നിർദ്ദേശിച്ച പ്രകാരമാണ് UDFന് വോട്ട് ചെയ്തതെന്ന് ബെന്നി ചെറിയാൻ പറയുകയും ചെയ്തു. ഇടതു മുന്നണി വിട്ട ബെന്നി ചെറിയാൻ അടുത്തിടെയാണ് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. ഇതോടെ തൃണമൂൽ കോൺഗ്രസ് പിന്തുണയിൽ UDF ഭരണം പിടിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം മാറുകയായിരുന്നു. നേരത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് CPMലെ ആദ്യ പ്രസിഡന്റായത്. JDS അംഗമായിരുന്ന ബെന്നി ചെറിയാൻ അവിശ്വാസ പ്രമേയത്തിൽ UDFനെ പിന്തുണച്ചതോടെയാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFന് നഷ്ടമായത്.